രാത്രി നിനക്കുള്ള പ്രവചന ദൂത് ഇതാണ്. 2008 സംഭവിക്കാൻ പോകുന്നത് ബെന്നിഹിന്റെ അഭിഷേകം കൊണ്ടല്ല, KC ജോണിന്റെ അഭിഷേകം കൊണ്ടല്ല, ഭീമോനച്ചന്റെ സുരേഷ് ബാബുവിന്റെ അഭിഷേകം കൊണ്ടല്ല. ഓ ദൈവം ഇന്നാളുകൾ നിന്നെ അഭിഷേകം ചെയ്ത് നിന്റെ കുടുംബത്തിൽ നിന്നിലൂടെ ചിലത് ദൈവം ചെയ്യുവാൻ പോകുന്നു. ഓ മനസ്സിലായവർക്കായി സ്തോത്രം. ലേവി ആ കുടുംബത്തിന് അനുഗ്രഹമായതുപോലെ, ലേവി ആ കുടുംബത്തിന് ഓ സ്തോത്രം അഭിഷേകത്തിന് പുരോഹിതനായതുപോലെ നിന്നിലൂടെ ചില വിടുതലുകൾ എൻ്റെ ദൈവം നിന്റെ കുടുംബത്തിൽ ചെയ്യുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിലുള്ള വ്യക്തന്മാർ നിന്നിലൂടെ വിടുവിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഓ ഒരിക്കൽ കൂടെ പ്ലീസ് സഹോദരങ്ങളെ, അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, എൻ്റെ വീട്ടിൽ എനിക്കൊരു ജോലിയുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്കൊരു ജോലിയുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് ചിലത് ചെയ്യുവാനുണ്ട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഓ പാരമ്പര്യത്താലല്ല, കുരിശുകൊണ്ടല്ല, ഓ സ്തോത്രം പൊന്നിൻ മോതിരം മുത്തുന്നത് കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ എൻ്റെ വീട്ടിൽ എനിക്ക് ചിലത് ചെയ്യുവാനുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഓ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ വീട് മാറുവാൻ പോകുന്നു. നിന്റെ ഭവനത്തിലുള്ള ചിലത് സ്നാനത്തിന് വേണ്ടി ഇറങ്ങുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിലുള്ള ഒന്നുപോലും ഡ്രഗ്സിനല്ല, ചാരായത്തിനല്ല, ആമേൻ പാരമ്പര്യത്തിനല്ല. നീയും നിന്റെ കുടുംബം യഹോവയെ സേവിക്ക്. കരങ്ങളെ അടിച്ച് നിന്നിലൂടെ അത് നടക്കും. നിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിന്റെ മുഖത്തെ തകർക്കുവാൻ പോകുന്നു. ഓ എത്ര പേർ ആമേൻ പറഞ്ഞെന്ന് എനിക്കറിയാത്തില്ല. അതിന്റെ അഭിഷേകം നീ പറയാം, അയ്യോ അവർക്ക് വിശ്വാസമില്ലല്ലോ ബ്രദർ, എനിക്ക് വിശ്വാസമുള്ളൂ. നിന്റെ വിശ്വാസം മതി അവർ വിടുവിക്കപ്പെടുവാൻ. കാര്യം എന്തെന്നറിയോ, ചെങ്കടലിൽ വിശ്വാസം ഇല്ല, എന്നാൽ മോശയ്ക്ക് വിശ്വാസമുണ്ട്. വടി നീട്ടിയ മോശയുടെ വിശ്വാസം മതിയായിരുന്നു ചെങ്കടൽ വിഭാഗിക്കപ്പെടാൻ. യോർദാൻ നദിക്ക് വിശ്വാസമില്ല. പെട്ടകം ചുമന്ന പുരോഹിതന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഓ പുരോഹിതന്മാർ കാൽ വച്ചപ്പോ യോർദാൻ നദി വിഭാഗിക്ക യരിഹോവിന് വിശ്വാസമില്ല. കറങ്ങി നടന്ന ഇസ്രായേൽ വിശ്വാസമുണ്ട്, മുടന്തന് വിശ്വാസമില്ല. തുടർന്ന് അവരെ നോക്കിയ പത്രോസിനും യോഹന്നാനും വിശ്വാസം ഉണ്ടായിരുന്നു. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം മതി. നിന്റെ കുടുംബത്തിൽ സുവിശേഷത്തിൽ പിടിക്കപ്പെടാത്ത പിടികിട്ട പുള്ളികൾ, ഓ ഗ്ലോറി, ദൈവത്തിന്റെ കൃപയിൽ പിടിക്കപ്പെടുവാൻ പോകുന്ന വിശ്വാസത്താൽ കണ്ട് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയിരുന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷ വില പരിഹസിച്ചവർ നിന്റെ വീട്ടിലുണ്ടോ? കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനോട് ഓടുന്നത് നീ കാണുവാൻ പോകുന്നത്. ആമേൻ സ്തോത്രം. കർത്താവിൻ്റെ ഓ സഭയിൽ വരത്തില്ലെന്ന് പറഞ്ഞവൻ ഓ നിന്റെ വീട്ടിലുണ്ടോ? നിന്റെ പിൻപിലല്ല, നിന്റെ മുൻപിൽ അവർ സ്തോത്രം അതേ ദൈവകൃപയിൽ വരുവാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പോകും. പക്ഷേ ഈ പ്രവചന ദൂത് കായംകുളം പ്രദേശത്തുനിന്ന് പോകത്തില്ല. അത് നിന്ന് ഫലം കഴിക്കുവാൻ പോകുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഒറ്റയ്ക്കല്ല ജനം സഭയിൽ ആരാധിപ്പാൻ വരുന്നത്. കുടുംബമായി ജനം പിടിക്കപ്പെടാൻ പോകുന്നു. അപ്പൻ ശപിച്ചു, എന്നാൽ സ്വർഗത്തിലെ അപ്പൻ ആ ശാപം പൊട്ടിച്ചവനെ അനുഗ്രഹിച്ചു. എത്ര പേർ ആമേൻ പറയും? 2 അമ്മ ശപിച്ചു. 1 ദിനവൃത്താന്തം 4, 9, 10 വാക്യങ്ങളിൽ യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് നീ എൻ്റെ ആദരികളെ വിശ്വാസമാക്കി നിന്റെ കൈ എന്നോട് കൂടി ഉണ്ടായിരുന്നു. അനർത്ഥം എനിക്ക് വ്യസനകരമായി തീർക്കുമെന്ന്, അനർത്ഥം എനിക്ക് വ്യസനകരമായി തീരാതവണ്ണം എന്നെ കാത്താൽ കൊള്ളായിരുന്നു. യബേസ് അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. ഒന്ന് സ്തോത്രം പറഞ്ഞേ പ്ലീസ്. കോപമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടെ കോപം പോകാൻ ബാക്കിയുള്ളവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്. അമ്മ ഒരു കുഞ്ഞിനെ പേരിട്ട് യബേസ്. യബേസ് എന്ന് പറഞ്ഞാൽ സൺ ഓഫ് പെയിൻ. പിള്ളേർക്ക് പേരിടുന്ന സൂക്ഷിച്ചായിരിക്കണം. സാൻഷിയ എന്ന് പറഞ്ഞാൽ ഹോളി, സെൽഷിയ എന്ന് പറഞ്ഞാൽ ഹെവൻലി. യബേസ് എന്ന് പറഞ്ഞാൽ സ്തോത്രം അതെ ദുഃഖത്തിൻ്റെ പുത്രൻ. അമ്മയാ പറഞ്ഞത്. ശപിച്ച പേരിട്ടത്. നീ എന്നും കരയും. ഞായറാഴ്ച കരയും, തിങ്കളാഴ്ച കരയും, ശനിയാഴ്ച വരെയും കരയും, ജനുവരി തുടങ്ങി ഡിസംബർ വരെയും കരയും. രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ദിവസം തുടങ്ങി ഗുഡ് നൈറ്റ് വരെ ഓ പറയുന്ന ദിവസം വരെ എന്ന് നീ കരയും. അവൻ കരയാൻ തുടങ്ങി. ആ കൂടെ കരയാൻ ആരുമില്ല. നാട്ടുകാർ മൊത്തം പറഞ്ഞു യബേസ് കരയുന്നവൻ പോവുക, കരയുന്നാൻ പോവാ, കരയുന്നാൻ പോവാ. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് കരയുന്ന ആരെങ്കിലും ഉണ്ടോ? കായംകുളത്ത് മഴ പെയ്യുമ്പോൾ മഴവെള്ളം കുറച്ച് കഴിയുമ്പോൾ വറ്റിപ്പോകും.
എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നീ പൊഴിക്കുന്ന ആ കണ്ണുനീരുണ്ടല്ലോ, അത് മറുപടി ഇല്ലാതെ പോകത്തില്ല. ഓ, മനസ്സിലായില്ല പലർക്ക്. ദൈവത്തിന് മുൻപിൽ കരയുന്നവൻ 20,000 വാട്ട്സ് ഉണ്ടോ, 125 ട്യൂബ് ഉണ്ടോ, എങ്കിലേ എൻ്റെ അഭിഷേകം ജ്വലിക്കത്തുള്ളൂ എന്ന് പറയുന്നവൻ ബിസിനസ്. യേശുവചൻ പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഒരു ഡിമാൻഡും ഇല്ല, ഒരുക്കും ജീസസ്. ആ ചെറിയ മീറ്റിംഗ് എൻ്റെ ശബ്ദമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ മുടന്തിയായ ഈ സഹോദരിക്ക് പോകാൻ പറ്റത്തില്ല. ആരാണ്ട് അന്ന് രാത്രി പ്രസംഗിച്ച വിഷയം ഇതായിരുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം. അവൾ നല്ല പോയിന്റും പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, അവസാനം നീ ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കും. അന്ന് കേട്ട പ്രസംഗം വർഷങ്ങൾക്ക് ശേഷം അവൾ ആ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. സ്തോത്രം, ഇതായിരുന്നു പോയിന്റ്. എന്നിട്ട് ദൈവദാസൻ ചോദിച്ചു, ഇന്ന് രാത്രി ആ അനുഗ്രഹത്തിലേക്ക് യേശുവിൻ്റെ കൃപയാൽ കടന്നു വരാൻ ആരുണ്ട്? ആ പ്രാസംഗികൻ അവളെ കണ്ടില്ല, അവൾ പ്രാസംഗികനെ കണ്ടില്ല. അലറിക്കരഞ്ഞവിടെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി അവൾ പറഞ്ഞു, യേശുവേ, ഞാൻ പാപി, എൻ്റെ ഹൃദയത്തിലേക്ക് വരും, അങ്ങനെ ഞാൻ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. എന്നിട്ട് അന്ന് മുതൽ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എൻ്റെ ക്ലാസ് മുഴുവൻ പറഞ്ഞു ഞാൻ ഭിക്ഷക്കാരിയാകുമെന്ന്, എന്നെ നീ ഒരിക്കലും ഭിക്ഷക്കാരിയാക്കല്ലേ. അതായിരുന്നു അവൾ കണ്ണുനീരിന്. എല്ലാവരും പറയുന്നു ഞാൻ ഭിക്ഷക്കാരിയാകുമെന്ന്, എന്നെ നീ ഭിക്ഷക്കാരിയാക്കരുത്. അന്ന് മുതൽ കരയാൻ തുടങ്ങി. മാസങ്ങൾ ചിലത് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പോളിയോ ഹോം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചു. ആരോ പറഞ്ഞു, സ്തോത്രം, പോളിയോ ഹോം തുറന്നു. അവിടെ സ്തോത്രം, നീയും പോയാൽ നന്നായിരിക്കും. ആ പോളിയോ ഹോമിൽ അവൾ കടന്നു വന്നു. ആ പോളിയോ ഹോമിൽ അവൾ ജോയിൻ ചെയ്തു, അവൾ പഠിച്ചു, ഡിഗ്രി ഫിനിഷ് ചെയ്തു, കമ്പ്യൂട്ടറിൽ സ്തോത്രം ഡിപ്ലോമയും തീർത്തു. പല നാളുകൾ കഴിയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച് ഗ്രോത്തിൻ്റെ സ്തോത്രം സ്ഥാപക നേതാവ് അവിടെ പ്രസംഗിപ്പാൻ കടന്നു വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസ് ഏകദേശം 1000-1100 പേരോട് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പോളിയോ ചെയറിലിരിക്കുന്ന ഈ കുട്ടിയെ കണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, മോളെ, നിനക്കൊരു പ്രത്യേകതയുണ്ട്, പറഞ്ഞേ, നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഡെനോൾ പറഞ്ഞു, സ്തോത്രം, ഞാൻ BCom തീർത്തു, കമ്പ്യൂട്ടറിൽ സ്തോത്രം PGDCA ഞാൻ ഫിനിഷ് ചെയ്തു. കമ്പ്യൂട്ടർ എന്ന് കേട്ടപ്പോൾ ഈ ദൈവദാസൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഫാസ്റ്റർ ജോൺ ഓസ്റ്റി ഞങ്ങളുടെ ഓഫീസിന് കഴിഞ്ഞ ആഴ്ച പുതിയൊരു കമ്പ്യൂട്ടർ തന്നു, പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യുവാൻ ആർക്കും അറിയത്തില്ല. നീ ഡൽഹിയിലെ ഞങ്ങളുടെ ഓഫീസിൽ വരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കുന്നു. അവൾക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ ഓഫീസിൽ അവൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി അവൾ ജോയിൻ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷനിൽ വന്നിട്ട് പാസ്റ്റർ മോനായി ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ പറഞ്ഞു, ഇതെൻ്റെ ക്ലാസ്, ഇതെൻ്റെ സ്കൂൾ ഗ്രൗണ്ട്. ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ആ റൂമിലിരുന്ന് എല്ലാവരും പറഞ്ഞു, നീ ഭിക്ഷക്കാരിയാകും. എന്നാൽ രഹസ്യത്തിൽ എൻ്റെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച, നീ എന്നെ ഭിക്ഷക്കാരിയാക്കല്ലേ. ഓ സ്തോത്രം, നീ എന്നെ ഭിക്ഷക്കാരിയാക്കല്ലേ. ഞാൻ രഹസ്യത്തിൽ കരഞ്ഞത് അപ്പനും അമ്മയ്ക്കും സ്നേഹിതരാരും കണ്ടില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവം കണ്ട്. ഓ സ്തോത്രം, അവൻ്റെ എന്നെ കണ്ണുനീർ കണ്ടിട്ട് ഇന്ന് അവൾ പറയുന്നു, അതേ, ഞാൻ എന്നെ ദൈവം ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി ഉയർത്തി. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കമാൺ, ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്നാട്ടെ. ഓ, നിന്ന് കൊണ്ടേയിരിക്കുന്നു. കേൾക്കണമേ, സ്തോത്രം. അമ്മ പറഞ്ഞു, യബേസ്, നീ എന്നും കരയും. നീ എന്നും കരയും. എന്നാൽ വേദപുസ്തകം പറയുന്നു, പാസ്റ്റർ മോനച്ചൻ, ഓ സ്തോത്രം, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ സഹോദരന്മാരെ പോലെ അല്ലായത്. അവൻ സഹോദരന്മാരെക്കാൾ ഒരു സ്റ്റെപ്പ് മുൻപിലായി. അവൻ സഹോദരന്മാരെ പോലെ അല്ല. എത്ര പേർ കാണുന്നുണ്ട്? ഓ, അവൻ സഹോദരന്മാരെക്കാൾ ഒരു സ്റ്റെപ്പ് മുൻപിലായി. അവൻ ഭാഷ പറയുന്നത് സഹോദരന്മാരെ പോലെയല്ല. ഇവൻ കൈയടിച്ച് ആരാധിക്കുന്നത് സഹോദരന്മാരെ പോലെയല്ല. അവൻ പ്രവചിക്കുന്നത് സഹോദരന്മാരെ പോലെയല്ല. അവൻ പ്രസംഗിക്കുന്നത് സഹോദരന്മാരെ പോലെയാണ്. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? അവൻ ബിസിനസ് ചെയ്യുന്നത് സഹോദരന്മാരെ പോലെയല്ല. അകലെയായിരിക്കുന്നവരേക്ക് ഇന്ന് രാത്രി മഴ പോലെ മാറി പോ